വലിയ പിന്താങ്ങി നിൽക്കുകയല്ലോ. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പാണല്ലോ. ബാലകൃഷ്ണപിള്ളയ്ക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നത്, ബാലകൃഷ്ണപിള്ളയ്ക്ക് ധൈര്യമുണ്ടോ? പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ DGP-ക്ക് ഒരു കത്ത് കൊടുക്കട്ടെ? കൗഞ്ചേരിയിലെ തന്റെ പ്രസംഗം വളച്ചൊടിച്ചതാണ്. ഇത് കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ ഗൂഢാലോചനയാണ്. ഇത് അന്വേഷിച്ച് ഇത് വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നൊരു കത്ത് കൊടുക്കാൻ ബാലകൃഷ്ണപിള്ള ചങ്കിൽ കൂടെയുള്ള മാടപ്പിയാണെങ്കിൽ ബാലകൃഷ്ണപിള്ള അതിന് തയ്യാറാകുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആയിഷ പോറ്റി ബാലകൃഷ്ണപിള്ള തമ്മിലുള്ള തെരഞ്ഞെടുപ്പിൽ ആ മത്സരത്തിൽ ബാലകൃഷ്ണപിള്ള എങ്ങനെ തോറ്റത്? 2004 ലോക്സഭയിൽ ഞാൻ മത്സരിച്ചപ്പോൾ UDF-ൽ മന്ത്രിയായിരുന്നു കൊണ്ട്, UDF ഗവൺമെന്റിൽ മന്ത്രിയായതുകൊണ്ട് സ്റ്റേറ്റ് കാറിൽ നടന്ന് എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചു. ചെങ്ങറ സുരേന്ദ്രന് കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തു. ചെങ്ങറ സുരേന്ദ്രന് ജയിച്ചു വന്നപ്പോൾ വീട്ടിൽ പടക്കം പൊട്ടിച്ച്, കൊട്ടാരക്ക വീട്ടിൽ പടക്കം പൊട്ടിച്ച് മാലയിട്ട് സ്വീകരിച്ചു. ഇതെല്ലാം കൊട്ടാരക്കിലെ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എന്നെ തോൽപ്പിച്ചതിന് ശേഷം 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDF വിട്ടുപോയിട്ട് വീണ്ടും UDF-ൽ വന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കണം. തലവൂർ ദേവിയാണ് കൊടിക്കുന്നിൽ സുരേഷ് തോറ്റിരിക്കും. അമ്മയാണ് സത്യം. ഇങ്ങനെ പരസ്യമായി പത്രങ്ങളിൽ പറഞ്ഞ് എന്നെ തോൽപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം 2006 മത്സരിക്കാൻ വന്ന ജനങ്ങൾ മണ്ടന്മാരാണോ? അവരെടാ, ഇയാളല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് വന്നപ്പോൾ കൊടിക്കുന്നിൽ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇയാള് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ഇയാളെ ജയിപ്പിക്കണം. എന്നാ പിന്നെ ഇയാളും ജയിക്കണ്ട. എന്നാ പിന്നെ ഇയാൾക്കും എതിരായിട്ട് എല്ലാവർക്കും കൂടെ കൊണ്ട് UDF പേരെല്ലാം കൊണ്ട് ആയിഷ പോറ്റിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ ആയിഷ പോറ്റി ഇവിടുത്തെ ലോക്കൽ പോറ്റി ആയിരുന്നു. ആയിഷ പോറ്റി ജില്ലാ പഞ്ചായത്തിൽ മെമ്പറും പിന്നെ പ്രസിഡന്റും ആയിരുന്ന ലോക്കൽ പോറ്റി. അന്ന് ഐശ്വര്യമുള്ള പോറ്റി എന്നൊക്കെയാണ്. നമ്മളോടുള്ള വിരോധം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഇയാൾ മന്ത്രിയാണല്ലോ, ബാലകൃഷ്ണ മന്ത്രിയാണ്. കൊട്ടാരക്കരയിലെ യോഗങ്ങളിലൊക്കെ വന്നാ പറയും, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എന്ത് ഐശ്വര്യമുള്ള പോറ്റിയാ, ഐശ്വര്യ പോലത്തെ പോറ്റിയാണെന്ന് പറഞ്ഞപ്പോ ആ ആയിഷ പോറ്റി 2 വർഷം കഴിഞ്ഞപ്പോ ബാലകൃഷ്ണപിള്ളയ്ക്ക് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ആളുകളെല്ലാം ഇയാളെ കൊണ്ട് സഹിമുട്ട് ഇയാളുടെ കാലുവാരലും ഇയാളുടെ വൃത്തികെട്ട വർത്തമാനങ്ങളും പ്രസംഗങ്ങളും ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന പ്രസംഗങ്ങളും നടത്തി ജനങ്ങൾക്ക് സഹിക്കവയ്യാതെ ആ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണനെ തോൽപ്പിച്ചു.